ബിഗ് ബോസ് മലയാളം അഗ്നി പരീക്ഷയിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള വെബ്സൈറ്റ് തുറന്നു തന്നിരിക്കുകയാണ് നമ്മുടെ സ്വന്തം ലാലേട്ടൻ. എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെയാണ് തെറ്റാവാതെ ശരിയായ രീതിയിൽ അത് അപ്ലൈ ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് വീഡിയോ രൂപത്തിൽ നമ്മൾ പറയേണ്ടത്, എന്തൊക്കെ അതിനകത്ത് ഉൾപ്പെടുത്തണം, നമ്മുടെ വ്യക്തിത്വവും നിലപാടും എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ എന്താണ്, മാത്രമല്ല ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അവർക്ക് ഇൻട്രസ്റ്റ് ആവണം. ആ ഇൻട്രസ്റ്റ് ആവാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ആ വീഡിയോയിൽ പറയേണ്ടത്, അഗ്നി പരീക്ഷയിൽ സെലക്ട് ആയി അതിനകത്ത് ജയിച്ചാലും മാത്രമേ നമുക്ക് മെയിൻ സീസണിൽ കയറാൻ പറ്റുള്ളൂ. സോ വലിയൊരു കടമ്പയാണ് ഇത്. എത്രാം തീയതി മുതൽ എത്രാം തീയതി വരെയാണ് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നത്. നമ്മുടെ പ്രൊമോ വന്നിട്ടുണ്ട്. പ്രൊമോയിൽ നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ റസ്മിനും നന്ദനയും അനീഷും ഗോപിയും ഒക്കെ തന്നെയാണ് എന്തൊക്കെയാണ് അപ്ഡേറ്റുകൾ എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറയാനും എങ്ങനെയാണ് തെറ്റില്ലാതെ വളരെ കൃത്യമായിട്ട് ശരിയായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ FB പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം. വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ അങ്ങനെ നമ്മുടെ കോമണേഴ്സിന്റെ, അതായത് ബിഗ് ബോസ് അഗ്നി പരീക്ഷയുടെ അടുത്ത രണ്ടാമത്തെ പ്രൊമോ വന്നിരിക്കുകയാണ്. അതിനകത്ത് നമുക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട്. പ്രൊമോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ചാടി കയറി അപ്ലൈ ചെയ്യാൻ ആരും പോവരുത്. കാരണം ഞാൻ കുറച്ച് ഡീറ്റെയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം, എന്നിട്ട് വേണം നിങ്ങൾ അപ്ലോഡ് ചെയ്യാനായിട്ട്. ആദ്യം നമുക്ക് പ്രൊമോയെ കുറിച്ച് പറയാം. പ്രൊമോയിൽ നമ്മുടെ സീസൺ 5 ആദ്യത്തെ കോമണർ ആയിട്ടുള്ള ഗോപിക, അടുത്ത സീസൺ 6 കോമണർ ആയിട്ടുള്ള റസ്മിൻ, പിന്നെ വയൽക്കാട് കോമണർ ആയിട്ടുള്ള നമ്മുടെ നന്ദന, സീസൺ 6 നിഷാന ഇല്ല പ്രൊമോയില്, സീസൺ 7 കോമണർ ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ ദിവസം ബിഗ് ബോസ് വീട്ടിൽ തികച്ചിട്ടുള്ള റണ്ണറപ്പ് കൂടെ ആയിട്ടുള്ള നമ്മുടെ അനീഷ്. അപ്പൊ ഇത്രയും പേരും കൂടെ ഉള്ള ഒരു പ്രൊമോയാണ് വന്നിരിക്കുന്നത്. ആ പ്രൊമോ ഇന്നലെ നമ്മൾ പറഞ്ഞു വെച്ചിട്ട് പോയില്ലേ, അവരൊക്കെ തന്നെ ആയിരിക്കണം, അവരൊക്കെ തന്നെ വന്നാൽ അടിപൊളിയായിരിക്കും, പുതിയ കോമണറെ അല്ലെങ്കിൽ എടുക്കാനായിട്ട് പഴയ ആൾക്കാരൊക്കെ വന്ന് തന്നെ പറയുന്നതായിരിക്കും നല്ലതെന്ന്. അപ്പോൾ ആ ഒരു പ്രൊമോയിൽ അവരിങ്ങനെ ബിഗ് ബോസിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളും, നമ്മളെ സ്റ്റാർ ആക്കിയത് ബിഗ് ബോസ് ആണ്, അടുത്ത ചാൻസ് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്നിങ്ങനെ പറയുന്ന ജസ്റ്റ് ഒരു ചെറിയൊരു കോഫി ഷോപ്പിലെ അവരുടെ കുറച്ച് സംസാരമാണ് പ്രൊമോയിലുള്ളത്. ഞാൻ പ്രൊമോയുടെ കഥ പറയാനല്ല വന്നിരിക്കുന്നത്. അതിനുശേഷം ലാലേട്ടൻ പറയുന്നുണ്ട് എന്താണ് നമുക്ക് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഒരു വെബ്സൈറ്റ് ഉണ്ട്, ആ വെബ്സൈറ്റിലാണ് നമ്മുടെ പരിപാടികളെല്ലാം നമുക്ക് ചെയ്യാനുള്ളത്. ആ വെബ്സൈറ്റ് ഞാൻ എൻ്റെ വീഡിയോയുടെ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിരിക്കാം. ഇപ്പം തന്നെ പറയുമ്പോൾ ചാടി കയറി പോവരുത്, ഞാൻ പറഞ്ഞ് കംപ്ലീറ്റ് തീർത്തോട്ടെ, എന്നിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ആ വെബ്സൈറ്റിൽ ലാലേട്ടൻ പറയുന്നുണ്ട് നിങ്ങളുടെ നിലപാടും വ്യക്തിത്വവും എന്ത് ചെയ്യണം, നിലപാടും വ്യക്തിത്വവും എന്താണെന്ന് തെളിയിക്കുന്ന 3 മിനിറ്റിൽ താഴെ നിൽക്കുന്ന വീഡിയോ ആ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുക. നിങ്ങൾ എന്താണ് എന്നുള്ളതാണ് നിങ്ങൾ അതിനകത്ത് കാണിക്കേണ്ടതെന്നാണ് പറയുന്നത്. ജൂൺ 6-ാം തീയതി, അതായത് ഈ പ്രൊമോ വന്ന ഈ സമയം മുതൽ ജൂൺ 15-ാം തീയതി വരെയാണ് ഇതിൻ്റെ സമയം. ഇത്രയാണ് ഇതിൻ്റെ ടൈം. 15-ാം തീയതി രാത്രി 12 മണി വരെയാണ് ഇതിൻ്റെ ടൈം വരുന്നത്. അപ്പോൾ കുറേ പേർക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും, അയ്യോ ആദ്യം അപ്ലൈ ചെയ്യുന്നവർ ആദ്യം വിളിക്കോ? അങ്ങനെയല്ല മക്കളെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജൂൺ 15-ാം തീയതി നിങ്ങൾ ഇനി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാലും എത്ര ദിവസം നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടോ, ഏതുവരെ അപ്ലോഡ് ചെയ്യുന്നുണ്ടോ, അവർ തന്നിട്ടുള്ള ഡേറ്റിൽ എത്ര വീഡിയോസ് അതിനകത്ത് വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം അവർ വളരെ വ്യക്തമായിട്ട് നോക്കും. സോ നിങ്ങൾ ചാടിക്കേറി അയ്യോ എനിക്ക് കിട്ടേണ്ട ചാൻസ് ഞാൻ ആദ്യം ചെയ്തു, ഞാൻ അങ്ങനെ ഒന്നുമില്ല. സമാധാനമായിട്ട് നിങ്ങൾക്ക് പറ്റിയ സമയത്ത് നിങ്ങൾ അപ്ലോഡ് ചെയ്താൽ മതി. ഇനി എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യേണ്ടത്? അതിലോട്ട് വരുന്നതിന് മുന്നേ ഞാൻ ഈ പറഞ്ഞ കമൻറ്റ് ബോക്സിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ 10 ഡിജിറ്റ് മൊബൈൽ നമ്പർ അതിനകത്ത് അടിക്കാനുണ്ടാവും. നിങ്ങളുടെ മൊബൈൽ ഒരൊറ്റ തവണ മാത്രമേ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫോൺ നമ്പർ തെറ്റാതെ അടിക്കുക. എന്നിട്ട് ഫോൺ നമ്പറിലേക്ക് ഒരു OTP വരും. OTP നിങ്ങൾ അവിടെ അടിച്ചു കൊടുക്കുക. നിങ്ങളുടെ ഫുൾ നെയിം, ഒഫീഷ്യൽ നെയിം അടിച്ചു കൊടുക്കുക. നിങ്ങളുടെ വയസ്സ് അടിച്ചു കൊടുക്കുക. നിങ്ങൾ ആണാണോ പെണ്ണാണോ ട്രാൻസ് ആണോ എന്നൊക്കെ ഉള്ളത് അവിടെ അടിച്ചു കൊടുക്കുക. നിങ്ങളുടെ ഒഫീഷ്യൽ ഇമെയിൽ ID, നിങ്ങളുടെ ലൊക്കേഷൻ, അപ്പോൾ അതായത് തിരുവനന്തപുരം ആണെങ്കിൽ അങ്ങനെ, കൊച്ചി ആണെങ്കിൽ അങ്ങനെ, ഇനി കോഴിക്കോടാണെങ്കിൽ അങ്ങനെ, എവിടെയാണെന്ന് വെച്ചാൽ കറക്റ്റ് അടിച്ചു കൊടുക്കുക. ടെൽ അസ് അബൌട്ട് യുവർ സെൽഫ്, നിങ്ങളെക്കുറിച്ച് നിങ്ങൾ പറയുക എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ തന്നിട്ടുണ്ട്. വൈ ഡു യു വാണ്ട് ടു ബി പാർട്ട് ഓഫ് ബിഗ് ബോസ് മലയാളം? നിങ്ങൾ എന്തുകൊണ്ടാണ് ബിഗ് ബോസ് മലയാളത്തിന്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് ഇംഗ്ലീഷിൽ. അപ്പോൾ ഇംഗ്ലീഷിലല്ലേ ചോദിക്കുന്നത്, നമ്മൾ ഇംഗ്ലീഷിൽ തന്നെ മറുപടി കൊടുക്കണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ മലയാളത്തിൽ 1-2 സെന്റൻസിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ ബിഗ് ബോസിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് കൊടുക്കുക. ഇതൊന്നും അല്ല ഡീറ്റെയിൽ, മെയിൻ ആയിട്ട് അതിൻ്റെ താഴെ ഉണ്ട് 1 മിനിറ്റ് മുതൽ 3 മിനിറ്റ് വരെ. 3 മിനിറ്റിൽ കവിയരുത്, 1 മിനിറ്റിൽ താഴെയും ചെയ്യരുത്. അപ്പോൾ 3 മിനിറ്റിന് പുറത്ത് വരാത്ത ഒരു വീഡിയോ, അത് 50 MB വരാൻ പാടുള്ളൂ. 50 MB കൂടുതൽ വരാൻ പാടില്ല അതിന്റെ സൈസ്. അതായത് നിങ്ങൾ ഒറിജിനൽ നിങ്ങളുടെ ഫോണിലെ ക്യാമറയിൽ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും 50 MB പുറത്ത് പോകും.
നിങ്ങളുടെ ഫോണിൽ ഷൂട്ട്. അപ്പോൾ അതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്ത് അപ്പുറം കട്ട് ചെയ്തൊന്ന് സൈസൊക്കെ കുറച്ച് വന്നാലേ 50 MB ഒക്കെ ആവത്തുള്ളൂ. അപ്പോൾ അവിടെ നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് അവിടെ താഴെ ഒരു കൺഫർമേഷൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് 18 വയസ്സിന് മുകളിലായോ ലീഗലി എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ 18 വയസ്സിന് മുകളിലായവർക്ക് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാതെ കൊച്ചു കുട്ടികളൊന്നും ചാടിപ്പോയി ചെയ്യരുത്. അവിടെ യെസ് കൊടുക്കുക. അതിനുശേഷം ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാം, അഗ്രി കൊടുക്കാം നിങ്ങൾക്ക്. എന്നിട്ട് ഐ ആം റെഡി ഫോർ അഗ്നിപരീക്ഷ എന്ന് പറയുന്ന താഴത്തെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ടോട്ടൽ പ്രൊസീജിയർ വരുന്നത്. ഇനി ഈ ബിഗ് ബോസ് അഗ്നിപരീക്ഷയിൽ എന്താണ് ആ വീഡിയോയിൽ നമ്മൾ പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ബേസിക്കലി നിങ്ങളുടെയൊക്കെ കാര്യങ്ങൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും. അപ്പം ഞാനൊരു എക്സാമ്പിൾ പോലെ എൻ്റെ കാര്യം പറയാം. ആ വീഡിയോ ഒരു സെൽഫി വീഡിയോ തന്നെ മതിയാവും. നമുക്കല്ലാണ്ട് നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും രാവിലെ പകലിരുന്ന് ഷൂട്ട് ചെയ്യണോ, വെളിച്ചം ഉള്ളിടത്ത് വേണോ, വെളിച്ചം ഇല്ലാത്തടത്ത് വേണോ, ക്ലാരിറ്റി വേണോ? എൻ്റെ പൊന്നു മക്കളെ, നിങ്ങളുടെ ഉള്ളിലെ നിങ്ങളുടെ നാവാണ് ഈ വീഡിയോക്കകത്ത് വരേണ്ട നിങ്ങളുടെ ആയുധം. നിങ്ങളുടെ നാവിലൂടെ നിങ്ങൾ എന്തൊക്കെ പറയുന്നു എന്നുള്ളതാണ് അവർ നോക്കുന്നത്, അല്ലാതെ നിങ്ങളുടെ ലുക്കോ, നിങ്ങളുടെ സ്റ്റൈലോ, നിങ്ങളിരിക്കുന്ന ലൊക്കേഷനോ, നിങ്ങൾ കറുപ്പാണോ വെളുപ്പാണോ അങ്ങനെ ഒന്നുമല്ല അവർ നോക്കുന്നത്. അപ്പം നിങ്ങളുടെ ആ നാവ് എന്ത് പറയുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. 3 മിനിറ്റേ സമയമുള്ളൂ. ആദ്യം ജസ്റ്റ് ചെറുതായിട്ട് പറയാം നമുക്ക്. എൻ്റെ പേര് അൻസിഫ് എന്നാണ്, എൻ്റെ സ്ഥലം ട്രിവാൻഡ്രമാണ്, എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛനും അമ്മയൊക്കെ ഉണ്ട്. ഞാൻ കറൻ്റ്ലി ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞു, വീഡിയോസൊക്കെ യൂട്യൂബിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തീർന്നു. അപ്പം ആ കാര്യം കഴിഞ്ഞു. ഇനി അടുത്ത് പറയേണ്ടത് എന്തുകൊണ്ടാണ് ഞാൻ ബിഗ് ബോസിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ബിഗ് ബോസിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ബിഗ് ബോസിൻ്റെ മലയാളത്തിലുള്ള പല സീസൺസും ഞാൻ കണ്ടിട്ടുണ്ട്. മലയാളം മാത്രമല്ല തമിഴും ഹിന്ദിയൊക്കെ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. സോ അവിടെ ഓരോരോ ഗെയിമുകളും ഓരോ കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴത്തേക്കും ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇതിനേക്കാൾ മികച്ചതായിട്ട് എനിക്ക് കളിക്കാമായിരുന്നു എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എന്ന് അങ്ങനെ പറയാം. അല്ല, മറ്റൊരു രീതിയിൽ എനിക്ക് അവിടെ വന്ന് എങ്ങനെ പ്രേക്ഷകർക്ക് ഗെയിം കളിക്കണമെന്ന് കാണിച്ചു കൊടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. നമ്മൾ ഓരോ ബിഗ് ബോസ് കാണുമ്പോഴത്തേക്കും ഇത്ര ചീഞ്ഞ കണ്ടന്റ് കാണോ ഇതിനകത്ത്, ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് വളരെ മനോഹരമായ ക്വാളിറ്റിയുള്ള കണ്ടന്റ് ആയിരിക്കും എന്ന് നിങ്ങൾക്ക് അതിനകത്ത് പറയാം. ഇതിനകത്ത് ദയവ് കരുതി നിങ്ങൾ പറയാതിരിക്കേണ്ട കാര്യം, എനിക്ക് ഡാൻസ് കളിക്കാൻ പറ്റും, എനിക്ക് പാട്ട് പാടാൻ പറ്റും, എനിക്ക് അത് ചെയ്യാൻ പറ്റും, ഇത് ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ള കമൻറ്റുകൾ നിങ്ങൾ പറയണ്ട. കാരണം ഓൾറെഡി അതൊക്കെ നമുക്ക് നെഗറ്റീവ് പോയിന്റ് വീഴുന്ന സാധനങ്ങളാണ്. ബിഗ് ബോസിന് വേണ്ടത് നമുക്കറിയാലോ, നമ്മുടെ സ്വന്തം വില ഇടിച്ച് കളഞ്ഞ് നമ്മൾ നാറി നിന്ന് സ്വന്തമായിട്ട് നമുക്ക് വില ഉണ്ടാക്കുന്ന ഒരു പരിപാടിയാണ് ബിഗ് ബോസ്. ഞാൻ ബിഗ് ബോസ് റിവ്യൂ ചെയ്യുന്ന ആളാണെങ്കിലും അതിനെക്കുറിച്ച് നമുക്ക് പറഞ്ഞേ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ഫേസ് വാല്യൂ കളഞ്ഞ് നമ്മൾ അവിടെ നിന്ന് നമുക്ക് ഫെയിം ഉണ്ടാക്കുമ്പോൾ ആ ലെവലിലുള്ള സംസാരമായിരിക്കണം നമ്മുടെ നാവിൽ നിന്നും ഈ 3 മിനിറ്റിൽ എന്ത് ചെയ്യേണ്ടത്, ഈ വോയിസ് ഇവിടെ കിട്ടേണ്ടത്. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ അച്ചടി ഭാഷയിൽ തന്നെ നിങ്ങൾ പറയണമെന്നൊന്നുമില്ല. ഞാൻ അൻസിഫാണ്, എൻ്റെ വീട് സ്ഥലം ഇവിടെയാണ്, അങ്ങനെ പറയണ്ട. എൻ്റെ പേര് അൻസിഫ്, ഞാൻ തിരുവനന്തപുരത്തുകാരനാണ്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിലൊരു ലാംഗ്വേജ് ഉണ്ടാവുമല്ലോ, ആ ലാംഗ്വേജിൽ തന്നെ നിങ്ങൾ സംസാരിച്ചാൽ മതി. അല്ലാതെ അച്ചടി ഭാഷയിലൊന്നും നിങ്ങൾ സംസാരിക്കാൻ പോകേണ്ട കാര്യമില്ല. അപ്പം തന്നെ നമുക്ക് നെഗറ്റീവ് മാർക്ക് വീഴും. എൻ്റെ പേര് അൻസിഫ് എന്നാണ്, ഞാൻ തിരുവനന്തപുരമാണ്. അപ്പം അങ്ങനെയൊന്നും പറയണ്ട. നിങ്ങളുടെ കറക്റ്റ് എന്താണോ അത് നിങ്ങളുടെ വീട്ടിൽ സംസാരിക്കുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെ നിങ്ങൾ വീട്ടിൽ പറഞ്ഞാൽ മതി. ഓവർ മേക്കപ്പും വേണ്ട, ഒരുപാട് താഴെ പോവുകയും ചെയ്യരുത്, കൂതറയാണെന്ന് കാണിക്കുകയും ചെയ്യരുത്, ഭയങ്കര അതും വേണ്ട. ഒരു നോർമൽ നിങ്ങൾ സംസാരിക്കുന്ന പോലെ മതി. എന്തുകൊണ്ടാണ് നിങ്ങൾ ബിഗ് ബോസിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്നത്? ബിഗ് ബോസിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ചെയ്യാനായിട്ട് പറ്റുന്നത്, ബിഗ് ബോസ് നിങ്ങൾ എത്ര സീസൺസ് ആയിട്ട് കാണുന്നു എന്നൊക്കെ ഉള്ളത് ജസ്റ്റ് ആയിട്ട് ഈ ഒരു 3 മിനിറ്റിൽ നിങ്ങൾ പറയണം. നിങ്ങളുടെ നിലപാടിന് നിങ്ങൾ ഒരു ട്രാൻസ് പേഴ്സണോ അല്ലെങ്കിൽ നിങ്ങൾ ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നതോ അല്ലെങ്കിൽ നിങ്ങളൊരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടിയിട്ട് പൊരുതുന്നതോ ഒക്കെ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് അത് ഇൻക്ലൂഡ് ചെയ്ത് പറയാം. ഞാൻ ബിഗ് ബോസിൽ വരുന്നതോടുകൂടി എൻ്റെ ശബ്ദം ഇത്രയും ഉയരത്തിൽ അവിടെ മുഴങ്ങുന്നതോടൊപ്പം തന്നെ ഞാൻ പ്രവർത്തിക്കുന്ന ഈ ഒരു മേഖലയ്ക്കും അതൊരു എന്താ പറയുക, ഒരു ബൂസ്റ്റപ്പായി മാറുമെന്ന് ഞാൻ കരുതുന്നു. അപ്പൊ അത് നിങ്ങൾക്ക് പറയാം. പക്ഷെ ബിഗ് ബോസ് അതായിരിക്കണം നിങ്ങളുടെ മൈൻഡിൽ. നിങ്ങളെ നന്നാക്കാനല്ല ബിഗ് ബോസ് വിളിക്കുന്നത്. അൻസിഫിനെ ആയാലും എൻ്റെ വീഡിയോ കാണുന്ന ആരെ ആയാലും അവർക്ക് ഫെയിം ഉണ്ടാക്കി തരാനോ നിങ്ങൾ ഇന്ന ആളെ നമുക്ക് കോമണറായിട്ട് പിടിച്ചിട്ട് അവരവരുടെ ജീവിതം രക്ഷപ്പെടുത്തി നന്നാവട്ടെ എന്ന് കരുതാൻ വേണ്ടിയിട്ടല്ല കോമണറായിട്ട് നമ്മളെ വിളിക്കുന്നത്. എന്തിനാണ്? അവർക്ക് ലാഭം ഉണ്ടാവാനും അവരുടെ ഷോ വിജയിക്കാനുമാണ്. അപ്പം അതിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട്, ഓഡീഷനിൽ സംസാരിക്കാനായിട്ട് എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് പറയാം. ഞാൻ എൻ്റെ ഒരു റിവ്യൂ എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു തന്നതാണ്. പലരുടെയും എക്സ്പീരിയൻസസിൽ നിന്ന് കൂടിയിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് അറിയായിരിക്കും, ഞാനൊരു ക്രെഡിറ്റ് ആയിട്ട് പറയുന്നതല്ല. ബിഗ് ബോസിലെ പല കണ്ടസ്റ്റൻസുമായിട്ടും ഞാൻ സംസാരിച്ചിട്ടുണ്ട്, സംസാരിക്കുന്നുമുണ്ട്. അപ്പോൾ അവരിൽ നിന്നും കിട്ടിയിട്ടുള്ള വിവിധ തരത്തിലുള്ള ഇൻഫർമേഷൻസും അതുപോലെ തന്നെ അവരുടേതായിട്ടുള്ള എക്സ്പീരിയൻസസുമാണ് കുറച്ചുകൂടി മസാല ചേർത്ത് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. സോ നിങ്ങൾക്കത് യൂസ് ആകുന്നത് തന്നെയാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണോ അല്ലയോ എന്നുള്ളത് മസ്റ്റായിട്ട് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക.
കാരണം എനിക്കൊരു പ്രൊമോ വന്നതിൻ്റെ പേരിൽ ഇത്രയും കിടന്ന് അലക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ അത് ഉപകാരപ്പെടട്ടെ എന്നുള്ള ലെവലിലാണ് പറഞ്ഞു തന്നത്. അപ്പോൾ എന്തായാലും ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ അനീഷും നന്ദനയും ഗോപികയും അതുപോലെ നമ്മുടെ റസ്മിനും ഒക്കെ തന്നെ പ്രൊമോയിൽ വന്നു. സന്തോഷം. അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം, ബിഗ് ബോസിന്റെ പുതിയ അപ്ഡേറ്റ് ആയിട്ട് വരാം. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ മറക്കാതെ മടിക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ ഒപ്പീനിയൻസ് കമന്റ് ചെയ്യണം. വീഡിയോ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേവർക്കും ബൈ ബൈ.